അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ പറഞ്ഞു വന്നത് മുബത്തദിനെ കുറിച്ചാണല്ലേ. മുബത്തദ് എന്ന് പറഞ്ഞാൽ രണ്ട് കോലത്തിലുണ്ടാവും എന്ന് പറഞ്ഞു. ഒന്ന് ഖബറുള്ള മുബത്തദ്, മറ്റൊന്ന് ഖബർ ഇല്ലാത്ത മുബത്തദ്. ഖബർ ഇല്ലാത്ത മുബത്തദ് എന്ന് പറഞ്ഞാൽ ആ ഖബറിന് പകരം എന്ത് വന്നിട്ടുണ്ടാവും? അവിടെ ഒരു ഫാഇലുൻ സദ്ദ മസ്ദൽ ഖബർ വന്ന് കാണും. നമ്മൾ ബൈത്തിൽ പറഞ്ഞ ഉദാഹരണം അസാരിൻ സാനിൻ. അസാരിൻ സഞ്ചരിക്കുന്നവരാണോ ദാനിൻ, അവർ രണ്ടുപേരും. അപ്പോൾ അതിൽ ആ സാരി എന്നുള്ളത് മുബത്തദാണ്, ദാൻ എന്നുള്ളത് ഫായിലാണ്. പക്ഷെ അത് ഖബറിൻ്റെ സ്ഥാനത്ത് വന്ന സദ്ദ മസ്ദൽ ഖബറായ ഫായിലാണ്. അപ്പോൾ രണ്ട് കോലത്തിലും മുബത്തദ ഉണ്ടാവും. ഇനി ഈ രണ്ടാമത്തെ കോലം, അതാണ് നമ്മൾ ചർച്ചാ വിഷയം. ഇത് ഫായിലുൻ സദ്ദ മസ്ദൽ ഖബറായി വന്ന അങ്ങനെയുള്ള മുബത്തദ ഏതൊക്കെ അവസരത്തിലാണ് ഉണ്ടാവുക? അതിന് നമുക്ക് കുറച്ച് ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അത് എന്തൊക്കെയാണ്? ഒന്നുകിൽ ആ മുബത്തദ ഒരു വസ്ഫായിരിക്കും. ആ വസ്ഫ് നഫീൻ്റെ മേലോ അല്ലെങ്കിൽ ഇസ്തിഫാമിൻ്റെ മേലോ ഒരു എത്തിമാദ് ഉണ്ടാവണം. അസാരിൻ അവിടെ ഇസ്തിഫാമുണ്ട്. അല്ലെങ്കിൽ മാ കായ്മൻ അവിടെ എന്തുണ്ട്? നഫി ഉണ്ട്. അതേപോലെ തന്നെ ഒരു ലാഹിറായ ഇസ്മിനെ എന്ത് ചെയ്യണം? ലാഹിറായൊരു ഫായിലാണ് ഉണ്ടാവേണ്ടത്. ഒന്നെങ്കിൽ ലാഹിറായ ഫായിൽ, അല്ലെങ്കിൽ മുംഫസിലായ ലമീർ, ആ കായ്മുൻ അൻതുമാ. അല്ലാതെ മുസ്തത്തിറായ ലമീർ പറ്റൂല. മാത്രമല്ല ആ ഫായിലും ആ വസ്ഫും പറയലോട് കൂടെ ആ ജുംല പൂർത്തിയായി ആ കലാം അവിടെ പൂർത്തിയാകണമെന്ന് പറഞ്ഞു. ഈ ഷർത്തുകളൊക്കെ നമ്മൾ പറഞ്ഞത്. ഇനി നഫീനെ പോലെ തന്നെയാണ് ഗൈറ് എന്നുള്ള പദവും നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ് ഉദാഹരണം പറഞ്ഞത്? ഗൈറു കായിമിൻ അസ്സൈദാനി എന്ന് പറഞ്ഞു. അപ്പോൾ ഗൈറ് എന്നുള്ളത് ഏത് അർത്ഥത്തിലാണ്? മാ എന്നതിൻ്റെ അർത്ഥത്തിലാണ്. ഗൈറു കായിമിൻ എന്ന് പറഞ്ഞാൽ അത് ഏതിൻ്റെ സ്ഥാനത്താണ്? മാ കായിമുൻ എന്നതിൻ്റെ സ്ഥാനത്താണെന്ന് പറഞ്ഞു. ഇനി ഒന്ന് രണ്ട് കവിത പറയാണ്. ഗൈറ് എന്നത് മാ എന്നതിൻ്റെ സ്ഥാനത്ത് വന്ന് മുബത്തദയായി വന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ. ഒമിൻഹു കൗലുഹു, അതിൽപ്പെട്ടതാണ് ഷായറിൻ്റെ വാക്ക്. ഏതാണ് വാക്ക്? ഗൈറു ലാഹിൻ ഇദാക ഫത്തരിഹിൽ ലഹ്വ വലാ തഖ്തരിർ ബിആരിലിൻ സൽമി. അപ്പോൾ ഇവിടെ ഗൈർ എന്നുണ്ടോ? ഈ ഗൈർ എന്തിൻ്റെ അർത്ഥത്തിലാണ്? മാ എന്ന നഫീൻ്റെ അർത്ഥത്തിലാണ്. അർത്ഥം ലാഹ് എന്ന് പറഞ്ഞാൽ വാഫിലെ അറിയാം. ഇദാക്ക എന്ന് പറഞ്ഞാൽ നീയല്ലാതെ. ഫത്തരിഹ് ഉത്തുർക്ക്, ലഹ്വ് എന്താ ഗഫലത്ത്. സൽമു എന്ന് പറഞ്ഞാൽ അറിയാം, സുൽഹ് സന്ധി. അപ്പോൾ ഇത് പറയണമെന്ന് വെച്ചാൽ നീ എന്താക്കേണ്ട ആവശ്യമില്ല. നീ എന്ത് ചെയ്യരുത്? അശ്രദ്ധവാനായ ഗാഫിലായി നടക്കരുത്. കാരണം നീ അല്ലാത്തവരൊക്കെ നന്നായി ശ്രദ്ധിക്കുന്ന സൂക്ഷ്മാക്കളാണ്. അപ്പോൾ അവരെയൊക്കെ നീ എന്നും എന്താക്കണം? ഒരു ശ്രദ്ധ വേണം. ഗൈറുലാഹിൻ ഇദാക്ക, നീ എല്ലാത്തവരൊക്കെ ഗാഫിലല്ലാത്തവരാണ്. ഫത്തരിഹില്ല, അതുകൊണ്ട് നീയും അശ്രദ്ധയെ ഒഴിവാക്കണം. വലാ തഖ്തരിർ, നീ വഞ്ചിതനാവരുത്. ബിആരിലിൻ സൽമിൻ, പെട്ടെന്ന് വരുന്ന ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന്, എതിരാളികളുടെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് വരുന്ന എന്തുകൊണ്ട്? സന്ധി സംഭാഷണങ്ങളെ കൊണ്ട്, സുൽഹ് പ്രവർത്തനങ്ങളെ കൊണ്ട് നീ വഞ്ചിതനാവരുത്. അപ്പോൾ ഇവിടെ ഉദ്ദേശം എന്താണ്? ഷാഹിദ് എന്താണ്? ഗൈറു ലാഹിൻ എന്ന് പറഞ്ഞു അല്ലേ. ഈ ഗൈറിൻ്റെ അർത്ഥം മാ നഫീൻ്റെ അർത്ഥമാണ്. ഗൈറു എന്നുള്ള മുബത്തദാണ്. ലാഹിൻ മഖ്ഫൂലുൻ ബിൽ ഇലാഫത്തി, ഇലാഫത്ത് കൊണ്ട് ജറ് കിട്ടിയതാണ്. ഗൈറു ലാഹിൻ, ഗൈറു മുലാഫ്, ലാഹി മുലാഫിലൈ. അപ്പോൾ ഇദാക്ക എന്നുള്ളത് ഫായിലുൻ ബിലാഹിൻ, ലാഹി എന്നതിൻ്റെ ഫായിലാണ് സദ്ദ മസ്ദൽ ഖബരി. ഗൈർ എന്നതിൻ്റെ ഖബറിൻ്റെ സ്ഥാനത്ത് വന്ന ഫായിലാണ്. അപ്പോൾ അതേപോലെ മറ്റൊരു ഉദാഹരണം ഗൈറു മഅസൂഫിൻ അലാ സമനി യൻഖലി ബിൽ ഹമ്മി വൽ ഹസനി. ഓക്കെ, ഇത് കവിത അബൂ നുവാസ് എന്ന് പറയുന്ന ഒരു കവിയുടെ കവിതയാണ്. ഗൈറു മഅസൂഫ് എന്ന് പറഞ്ഞാൽ ദുഃഖിതനല്ല, ആസിഫ് എന്നാണ് അർത്ഥം. ആസിഫ്, ദുഃഖിക്കുന്നവനല്ല അവൻ. എന്തിൻ്റെ മേൽ? അവിടെ ഒരു ഫായിൽ കളയപ്പെട്ടിട്ടുണ്ട്. ഷഖ്സുൻ എന്നൊരു ഫായിലൂടെ കളയപ്പെട്ടിട്ടുണ്ട്. ആ ഫായിലിൻ്റെ നായിബ് ഫായിലാണ് അലാ സമനിൻ എന്നുള്ള ജാർ മജ്റൂർ. ഓക്കെ, അലാ സമനിൻ, ഒരു കാലത്തിൻ്റെ മേൽ ഓനിക്ക് ദുഃഖമില്ല. എങ്ങനത്തെ കാലം? യൻഖലി ബിൽ ഹമ്മി വൽ ഹസനി, ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കാലം ഓനിക്ക് വിഷയമല്ല. കാരണം അതിന് ശേഷമുള്ള നല്ലൊരു കാലത്തെയാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ജീവിതമാണോ പ്രതീക്ഷിക്കുന്നതെന്നാണ് ശേഷമുള്ള കവിത.
അപ്പോൾ ഈ കവിതയുടെ കൊണ്ടുവന്നത് ഗൈറു എന്നത് ഇവിടെ മുബത്തദാണ്. ഗൈറു മൗസൂഫിൻ എന്നാൽ ലൈസ ബി മൗസൂഫിൻ, മാബി മൗസൂഫിൻ എന്ന അർത്ഥത്തിലാണ്. ഉണ്ടോ? അപ്പോൾ ഗൈറു എന്നുള്ള മുബത്തദാണ്. മൗസൂഫ് മഖ്ഫൂദുൻ ബിൽ ഇദാഫ, ഇദാഫത്തോടെ ജറാണ്. അലാ സമിനിൻ ജാറു മജ്റൂർ ഫി മൗദി റഫിൻ്റെ സ്ഥാനത്ത് ജാറു മജ്റൂർ. എന്താണ് റഫിൻ്റെ സ്ഥാനത്ത് പറഞ്ഞത്? നിയാബത്തിഹി മനാബുൽ ഫായിലി. ഞാൻ പറഞ്ഞു അവിടെ ഒരു അഷഖ്സു ഗൈറു മൗസൂഫിന് ഷഖ്സു എന്നുള്ളൊരു ഫായിൽ എന്തുണ്ട് അവിടെ കളയപ്പെട്ടിട്ടുണ്ട്. ആ ഫായിലിൻ്റെ നായിബ് ഫായിലായിട്ടാണ് എന്ത് വന്നത്? ഈ ജാറ് മജ്റൂർ വന്നത്. മാത്രമല്ല വക്കസദ്ദ മസദുൽ ഖബരി ഗൈർ എന്നതിൻ്റെ ഖബറിൻ്റെ സ്ഥാനത്ത് വന്ന സദ്ദിൽ വന്ന നായിബ് ഫായിലാണ്. അതുകൊണ്ടാണ് അതിൻ്റെ റഫ് കിട്ടിയത്. ഇനി ഈ കവിത ഏത് ഇപ്പം പറഞ്ഞ കവിത ഉണ്ടല്ലോ ഗൈറു മൗസൂഫിൻ അലാ സമിനി, ഈ കവിതയുടെ ഇറാബിൽ കുറച്ചൊരു ടഫ് ഉണ്ട്. ഇത് എങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടത്? ഈ ഗൈറു മൗസൂഫ് എന്നുള്ളത് എന്താണ് ശരിക്ക്? ഗൈറു ആസിഫ് എന്നാണ്. ഗൈറു ആസിഫിൻ അലാ സമിനിൻ അവിടെ അഷഖ്സ് എന്നുള്ള ഫായിൽ കളയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ വഖദ് സാല അബുൽ ഫത്ഹ് ബിൻ ജിനി റഹിമഹുല്ല ചോദിച്ചു വളരെ തൻ്റെ മകനോട് അൻ ഇറാബി ഹാദൽ ബൈത്ത്, ഈ ബൈത്തിൻ്റെ ഇറാബിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഫർത്തബക ഫി ഇറാബിഹി, മകൻ എന്തായി അത് എന്താണാവുക അതിൻ്റെ ഇറാബെന്ന് ശരിയിലൊന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു ടഫുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞെന്താണ്? ഈ രീതിയിൽ ഫായിലുൻ സദ്ദ മസദ്ദൽ ഖബറായി മുബത്തദിനേക്ക് ഖബറില്ലാതെ ഫായിലുൻ സദ്ദ മസദ്ദൽ ഖബറായി വരികയാണെങ്കിൽ ആ മുബത്തദിൽ കുറച്ച് ഡിമാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ ഡിമാൻഡ്? ഒന്നെങ്കിൽ അത് നഫീൻ്റെയോ ഇസ്തിഫാമിൻ്റെ മേലെയോ ഇത്തിമാദ് വേണമെന്ന് പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസമാണ് പറയുന്നത്. അപ്പോൾ മദ്ഹബുൽ ബസ്രീന, ബസ്രക്കാരുടെ അഭിപ്രായം ഇല്ലൽ അഖ്ഫശ്, അഖ്ഫശിമല്ലാതെ അന്ന ഹാദൽ വസ്ഫ, ഈ വസ്ഫ് നമ്മൾ ഇതുവരെ പറയപ്പെട്ട വസ്ഫ് ലാ യകൂൻ മുബത്തദ ആവൂല ഇല്ലാ ഇദാ ഇഅ്തമദ അലാ നഫീന വ ഇസ്തിഫാമിൻ, നഫീൻ്റെയോ ഇസ്തിഫാമിൻ്റെ മേലെ ഇത്തിമാദ് ഉണ്ടായാലല്ലാതെ. ഓക്കെ, അപ്പം ബസ്രക്കാരുടെ അഭിപ്രായമാണ് എന്ത്? ഇത്തിമാദ് വേണോ? വദഹബൽ അഖ്ഫശു, അഖ്ഫശ് ഇമാമിൻ്റെ അഭിപ്രായം അദ്ദേഹം പോയി അഭിപ്രായപ്പെട്ടു. വൽ കൂഫിയൂന, കൂഫക്കാരും അഭിപ്രായപ്പെട്ടു എന്ത്? ഇലാ ആദം ഇഷ്തിറാത്തി ദാലിക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫജാസു, എന്നിട്ട് അവർ എന്ത് ജായിസാക്കി? ഖായിമുൻ സൈദാനി, ഖായിമുൻ സൈദാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഖായിമുൻ മുബത്തദാണ്, സൈദാൻ എന്നുള്ളത് ഫായിലുൻ സദ്ദ മസദുൽ ഖബറാണ് എന്നവർ പറഞ്ഞു. അപ്പോൾ ഈ ഖായിമുൻ സൈദാൻ നോക്കൂ, അവിടെ ഖായിം എന്ന വസ്ഫിൻ്റെ മേലിൽ ഇസ്തിഫാമും ഇല്ല നഫിയും ഇല്ല. അങ്ങനെ പറ്റും എന്നാണ് ആരുടെ അഭിപ്രായം? കൂഫക്കാരുടെയും ബസറക്കാരിൽ നിന്ന് അഖ്ഫശ് ഇമാമിൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് മുസന്നിഫ് തങ്ങൾ അവസാന ബൈത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? വൈലാ ഹാദ അഷാറുൽ മുസന്നിഫ് ബി കൗൽ, മുസന്നിഫ് തങ്ങൾ ഉദ്ദേശിച്ച ഇത് തന്നെയാണ്. ഏതുകൊണ്ട്? വഖദ് യജൂസു നഹ്ബു ഫായിസുൻ ഉലുർ റഷദ് എന്ന കവിത കൊണ്ട്. അപ്പോൾ ഫായിസുൻ ഉലുർ റഷദ് മനസ്സിലായോ? ഫായിസുൻ വിജയിക്കുന്നവനാകുന്നു ആര്? ഉലുർ റഷദ്, അല്ല റഷദുള്ള ബുദ്ധിയുള്ള ആളുകൾ. അവിടെ നോക്കൂ, ആ ഫായിസുൻ എന്നുള്ള വസ്ഫിൻ്റെ വസ്ഫ് നഫിയോ അതിൻ്റെ കൂടെ ഇല്ല, ഇസ്തിഫാമും ഇല്ല. അതും ചിലപ്പോൾ ജായിസ് ആവലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂഫക്കാരും അഖ്ഫശ് ഇമാമൊക്കെ അത് ജായിസ് ആക്കിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. മാത്രമല്ല മുസ്ലിം തങ്ങൾക്ക് വേറൊരു അഭിപ്രായം കൂടിയുണ്ട്. എന്തെന്നറിയോ? സീബവേഹി ഇമാമ് ഈ കാര്യം, ഈ ഷർത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോഫോട് കൂടെ ജായിസാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് മുസന്നിഫ് തങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ ജാമൽ മുസന്നിഫ് തങ്ങളൊരു ജാമ നടത്തിയിട്ടുണ്ട്, ഒരു വാദം നടത്തിയിട്ടുണ്ട്. എങ്ങനെ? അന്ന സീബുവഹി ഇമാം യുജീദു ദാലിക, ഈ ഷർത്ത് ഇല്ലാതെ തന്നെ ഇസ്തിഫാമു നഫി എന്നതിൻ്റെ മേൽ ഇത്തിമാദ് വേണം എന്ന ഷർത്ത് ഇല്ലാതെ തന്നെ ഈ വസ്ഫിനെ മുബത്തദാക്കൽ ജായിസാക്കിയിട്ടുണ്ട്. അലാ ളഅഫിൻ, ഒരു ബലഹീനമായ അഭിപ്രായപ്രകാരം. ഒമിമ്മാമ വറദ മിൻഹു കോലുഹു, ആ രീതിയിൽ വന്ന കവിതയാണ് എന്ത്? ഫഖൈറുൻ നഹ്നു ഇൻദന്നാസി മിൻകും ഇദദ്ദാഇൽ മുസവ്വിബു ഖാല യാലാ. ഫഖൈറുൻ, ഉന്നതരാണ്, നല്ലവരാണ്, നഹ്നു ഞങ്ങൾ, ഇൻദന്നാസി മിൻകും നിങ്ങളെക്കാൾ ജനങ്ങളെടുത്ത് ഞങ്ങൾ നല്ലവരാണ്. കാരണം ഇദദ്ദാഇൽ മുസവ്വിബു, സഹായം തേടുന്ന വിളിക്കുന്ന ആളുകൾ വിളിക്കുന്നുണ്ടല്ലോ, കാലാവൻ പറയുന്നു യാല ഫുലാൻ എന്ന് ഞങ്ങളെ ചൂണ്ടി വിളിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രയോ നല്ലവരാണ് എന്നുള്ള കവിത എന്തിന് തെളിവാണ് എന്ന് ആര് പറയലുണ്ടല്ലോ?
സീബൈമാൻ പറയുന്നുണ്ടല്ലോ. എന്തിനുള്ള തെളിവാണ്? ഖൈറുൻ, ഖൈർ എന്നുള്ളത് മുബത്തദ ആണ്, അതിൻ്റെ മേലെ എന്തില്ല? ഇസ്തിഫാമില്ല, നഫിയില്ല. നഹ്നു എന്നുള്ളത് ഫായിലുൻ സദ്ദ മസ്ദുൽ ഖബറാണ് എന്ന് സീബൈമാമിന് അഭിപ്രായമുണ്ട് ലോഫോട് കൂടെ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഖൈറു എന്നുള്ളത് മുബത്തദ ആണ്, നഹ്നു എന്നുള്ളത് ഫായിലുൻ സദ്ദ മസ്ദുൽ ഖബറാണ്. വലം യസ്ബഖ് ഖൈർ, ഖൈറിനോട് മുമ്പ് വന്നിട്ടില്ല നഫിയോ ഇസ്തിഫാം വന്നിട്ടില്ല. അതേപോലത്തെ മറ്റൊരു ഉദാഹരണമാണ് വജുഇല മിൻ ഹാദാ ഖൗലുഹു, കവിയുടെ ഈ ഒരു വാക്കും അതിൽപ്പെട്ടതാണ്. ഖബീറുൻ ബനൂ ലഹിബിൻ ഫലാ തകുമുൽ ഗിയ മഖാലാത ലഹിബിൻ ഇദത്തൈറു മർറതി. ഖബീറുൻ ബനൂ ലഹിബിൻ, ഖബീറുൻ നല്ല അറിവുള്ളവരാണ്. ബനൂ ലഹിബിൻ, ബനൂ ലഹിബ് ഗോത്രക്കാർ വളരെ അസദിൽപ്പെട്ട ഒരു ഗോത്രമാണ് ബനൂ ലഹിബ്. അവർ നല്ല അറിവുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഫലാത്തക്കു മുൽഗിയ, നീ എന്താക്കണ്ട, അവഗണിക്കണ്ട. മക്കാലത്ത ലഹിബിയിൻ, ഒരു ലഹിബിക്കാരൻ വല്ലതും പറഞ്ഞാൽ, ഏത് സമയത്ത് പറഞ്ഞാൽ, ഇദത്തൈറു മർറത്തി, പക്ഷി ഇങ്ങനെ പറന്നു പോകുമ്പോൾ ലഹിബിക്കാരൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ അവഗണിക്കണ്ട. കാരണം പക്ഷിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വലിയ കഴിവുള്ള എക്സ്പേർട്ടുകളാണ് ആര്? ബനൂ ലഹിബിക്കാർ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഖബീർ എന്നുള്ളത് മുബത്തദാണ്, ബനൂ ലഹിബ് എന്നുള്ളത് ഫായിലുൻ സദ്ദ മസ്ദുൽ ഖബറാണ്. മാത്രമല്ല ഖബീർ എന്നതിൻ്റെ കൂടെ നഫിയോ ഇസ്തിഫാമോ വന്നിട്ടുമില്ല. അപ്പോൾ ഇവിടെ ഇതെന്താ സംഭവിച്ചിവിടെ? സീബൈമാൻ്റെ അഭിപ്രായമാണ് എന്ത്? ലൂഫോട് കൂടെ ഇസ്തിഫാമോ നഫിയൊന്നും വരാതെ തന്നെ വസ്ഫ് എന്താകാൻ പറ്റും? മുബത്തദാകാൻ പറ്റും എന്ന് സീബൈമാമിൻ്റെ അഭിപ്രായമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? മുബത്തദ രണ്ട് കോലത്തിലുണ്ട്. ഒന്ന് അതിൻ്റെ കൂടെ സാധാ ഖബർ വരുന്ന മുബത്തദ, മറ്റൊന്ന് ഖബർ ഇല്ലാതെ ഫായിലുൻ സദ്ദ മസ്ദുൽ ഖബറായി വരുന്ന മുബത്തദ. അതിൽ ഫായിലുൻ സദ്ദ മസ്ദുൽ ഖബറായി വരുന്ന ഫായിലുൻ സദ്ദ മസ്ദുൽ ഖബറിന് വരുന്ന മുബത്തദായി വരണമെങ്കിൽ ആ വസ്തുവിന് കുറച്ച് ഡിമാൻഡുകളുണ്ട്. ഒന്നെന്താണ്? നഫിയോ ഇസ്തിഫാമോ അതിൻ്റെ കൂടെ വരണം. മറ്റൊന്ന് ലാഹിറായ ഇസ്മിനെയോ മുൻഫസിലായ ലമീറിനെയോ ആയിരിക്കണം അതിൻ്റെ ഫായിൽ. മറ്റൊന്ന് അതോടുകൂടെ കലാം പൂർത്തിയാകണം എന്ന് പറഞ്ഞു അല്ലേ? അത് ആരുടെ അഭിപ്രായമാണ്? ബസറക്കാരുടെ അഭിപ്രായമാണ്. പിന്നെ കൂഫക്കാരും ബസറക്കാരിൽ നിന്ന് അഖ്ഫശിമാവും അഭിപ്രായപ്പെടുന്നത് എന്തില്ല? ഈ ഇസ്തിഫാമോ നഫിയോ ഇല്ലാതെ തന്നെ ആ വസ്തു മുബത്തദാകാൻ പറ്റുന്നതാണ് അവരുടെ അഭിപ്രായം. ഇനി ആ ബൈത്തൊന്ന് നോക്കാം. മുബ്തദഉൻ സൈദുൻ വആദിറുൻ ഖബർ ഇൻ ഖുൽത സൈദുൻ ആദിറുൻ മനിയതദർ. ഇൻ ഖുൽത, നീ പറഞ്ഞാൽ, സൈദുൻ ആദിറുൻ മനിയതദർ എന്ന് നീ പറയുകയാണെങ്കിൽ, സൈദുൻ ആദിറുൻ മനിയതദർ എന്ന് പറഞ്ഞാൽ ആ ജുംലയിൽ സൈദ് എന്നുള്ളത് മുബ്തദയാണ്, ആദിർ എന്നത് ഖബറുമാണ്. ഇവിടെ മുബ്തദഉൻ സൈദുൻ, മുബ്തദാകുന്ന സൈദാണ്, ആദിർ എന്നുള്ളത് ഖബറുമാണ്. എവിടെ? ഇൻ ഖുൽത സൈദുൻ ആദിറുൻ മനിയതദർ, സൈദുൻ ആദിറുൻ എന്ന് പറയുന്നിടത്ത് സൈദ് മുബ്തദവും ആദിർ ഖബറുമാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം സൈദുൻ ആദിറുൻ മനിയതദർ എന്നതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ സൈദ് ആദിറുൻ കാരണം സ്വീകരിക്കുന്നവനാണ്, മനിയതദർ കാരണം ബോധിപ്പിക്കുന്നവരുടെ കാരണം സ്വീകരിക്കുന്നവനാണ്. അപ്പോൾ ഇത് ഏതിനെക്കുറിച്ചാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു മുബ്തദ രണ്ട് നിലക്കുണ്ടാകും. അതിൻ്റെ കൂടെ ഖബർ വന്ന മുബ്തദ, മറ്റൊന്ന് ഖബറിന് പകരം ഫായിലുൻ സദ്ദ മസ്ദുൽ ഖബർ വരുന്ന മുബ്തദ. അപ്പോൾ മുബ്തദും ഖബറും വരുന്ന മുബ്തദിനെ കുറിച്ചാണ് ഈ ഫസ്റ്റ് കവിത പറഞ്ഞത്. അപ്പോൾ അവലുൻ മുബ്തദഉൻ വസാനി ഫായിലുൻ ഇഗ്ന ഫി അസാരിൻ സാനി. രണ്ടാമത്തെ മുബ്തദിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ഫി അസാരിൻ സാനിൻ, അസാരിൻ സാനി എന്നുള്ള ജുംലയിൽ അവലുൻ മുബ്തദഉൻ, ഒന്നാമത്തത് മുബ്തദാണ്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ സാരിൻ എന്നുള്ളത് മുബ്തദാണ്. വസാനി രണ്ടാമത്തേതാണ് സാനി എന്നുള്ളത് ഫായിലുൻ, ഫായിലാണ് അഗ്ന. എന്ത്? മദിയായ ഫായിൽ എന്ന് പറഞ്ഞാൽ പകരമായ ഈ ഖബറിന് പകരം ഖബറിൻ്റെ സ്ഥാനത്ത് വരുന്ന ഫായിലുൻ സദ്ദ മസ്ദുൽ ഖബറായ ഫായിലുമാണ്. ഇനി പറയുന്നത് ഈ രീതിയിൽ രണ്ടാമത് പറഞ്ഞ ബൈത്തുണ്ടല്ലോ, ഖബർ വരാതെ ഖബറിന് പകരം ഫായിലുൻ സദ്ദ മസ്ദുൽ ഖബറായി വന്നിട്ടുള്ള മുബ്തദ പോലെ നിനക്ക് പറയാൻ പറ്റും. എവിടെയൊക്കെ ഇസ്തിഫാമോ നഫിയോ ആ മുബ്തദ ആയ വസ്ഫിൻ്റെ കൂടെ വന്നാൽ
അവിടെയും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുബത്തദവും മുബത്തദിൻ്റെ കൂടെ ഖബറില്ലാതെ ഫായിലുൻ മസദ്ദുൽ ഖബറായിട്ടും പറയാൻ പറ്റും. അതാണ് ഇനി മൂന്നാം ബൈത്തിൽ പറയുന്നത്. വക്കിസ്നി ഖിയാസാക്കിക്കോ വക്കസ്തിഫ്ഹാമിൻ നഫിയ. ഇവിടെ നമ്മൾ അസാരിൻ ദാൻ എന്നുള്ളവിടെ എന്താണ്? സാരിൻ എന്നുള്ളവിടെ കൂടെ വന്നിരിക്കുന്ന എന്താണ്? ഇസ്തിഫാമാണ്. ആ ഇസ്തിഫാമിനെ പോലെ എന്തിനെ ഖിയാസാക്കിക്കോ? നഫിയ, നഫീനെയും ഖിയാസാക്കിക്കോ എന്ന് പറഞ്ഞാൽ ആ വസ്ഫിൻ്റെ കൂടെ ഒന്നെങ്കിൽ ഇസ്തിഫാം വരണം അല്ലെങ്കിൽ നഫി വരണം. ഈ ഒരു ഷർത്ത് ഉണ്ട് എന്നാണ് ആര് പറഞ്ഞത്? ബസറക്കാർ പറയുന്നത്. പക്ഷേ ആ ഷർത്തില്ല എന്ന് ആര് പറഞ്ഞു? കൂഫക്കാരൻ പറഞ്ഞു, അഖ്ഫശിമാൻ പറഞ്ഞു. ആ അഭിപ്രായത്തിലേക്കാണ് മുസ്ലിം തങ്ങൾ സൂചിപ്പിക്കുന്നത്. വഖദ്, ചിലപ്പോൾ ചില സന്ദർഭത്തിൽ യജൂസു, ജായിസാവലുണ്ട്. നെഹ്വു ഫായിസുൻ ഉലുർ റഷദ്, ഫായിസുൻ ഉലുർ റഷദ് എന്നതുപോലത്തെ ജായിസാവലുണ്ട്. ഫായിസുൻ ഉലുർ റഷദ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ഫായിസ് എന്നുള്ളത് മുബത്തദ, ഉലുർ റഷദ് എന്നുള്ളത് ഫായിലുൻ സദ്ദ മസ്ദുൽ ഖബർ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിമാൻഡുകൾ, ഷുറൂത്തുകളൊന്നും എവിടെ വന്നിട്ടില്ല? ഫായിസിൻ്റെ അവിടെ വന്നിട്ടില്ല. എന്തായിരുന്നു ആ ഷുറൂത്തുകൾ? ഒന്നെങ്കിൽ അതിൻ്റെ കൂടെ ഇസ്തിഫാം വരണം അല്ലെങ്കിൽ നഫി വരണം. അപ്പോൾ ആ ഇസ്തിഫാമും നഫി വരാതെ തന്നെ മുബത്തദവും ഫായിലുൻ സദ്ദ മസ്ദുൽ ഖബർ എന്ന രീതി വരാവുന്നതാണ് എന്ന കൂഫക്കാരുടെയും അഖ്ഫശ് ഇമാമിൻ്റെയും അഭിപ്രായമാണ് മുസ്ലിം തങ്ങൾ ഈ വരിയിൽ പറഞ്ഞത് അല്ലേ? ഓക്കെ. ഇനി അടുത്ത് നോക്കുക. വസാനി മുബത്തദൻ വദൽ വസ്ഫു ഖബർ ഇൻവീസിബൽ ലിഫറാദി തിബ്കൻ ഇസ്തഖർ. അപ്പോൾ നമ്മളിത് പറഞ്ഞു വന്ന കാര്യം എന്താണ്? ഫായിലുൻ സദ്ദ മസ്ദുൽ ഖബറായി വന്നാൽ ഫായിലുൻ സദ്ദ മസ്ദുൽ ഖബർ എന്ന രീതിയിൽ മുബത്തദ വരും എന്ന് പറഞ്ഞു. ഇനി അതിൽ ഈ മുബത്തദ ആയിരിക്കുന്ന വസ്ഫും ഫായിലുൻ സദ്ദ മസ്ദുൽ ഖബറായിരിക്കുന്ന ഈ ഫായിലും ഒന്ന് ഈ രണ്ടും എന്തായിട്ട് വരും? മുഫ്രദായിട്ട് വരും. ഓക്കെ. ആ വസ്ഫും ഖബറും ഫായിലും മുബത്തദായിട്ട് വരും. ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് മുഫ്രദും മറ്റൊന്ന് മുസന്നയോ ജമ്മോ ആവാം. അങ്ങനെയൊക്കെ വന്നാൽ രണ്ട് മുഫ്രദായി വരിക, ഒന്ന് മുഫ്രദ് ഒന്ന് മുസന്ന, അങ്ങനെയൊക്കെ ആയിട്ട് വന്നാൽ അത് ഏതൊക്കെ രീതിയിലാണ് വരിക? അതിന് നമുക്ക് ഫായിലുൻ സദ്ദ മസ്ദുൽ ഖബർ എന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഖബർ തന്നെ ആക്കണോ എന്നുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇനി പറയാനുള്ളത്. അതായത് വസാനി, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ വസാനി മുബത്തദൻ വദൽ വസ്ഫു ഖബർ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? മുബത്തദവും അതിൻ്റെ കൂടെ ഖബറില്ലാതെ ഫായിലുൻ സദ്ദ മസ്ദുൽ ഖബറായി വരുന്ന സാഹചര്യം പറഞ്ഞില്ലേ? ഇനി ഈ വിഷയത്തിൽ തന്നെ രണ്ട് സാധനങ്ങളും, ഒന്നാമത്തെ വസ്ഫും രണ്ടാമത്തെ ഫായിലി എന്നുള്ളതും യോജിച്ച് വന്നാൽ ഏത് വിഷയത്തിൽ? ഫീ സിവൽ ഇഫ്രാദി, മുഫ്രദല്ലാത്ത വിഷയത്തിൽ യോജിച്ച് വന്നാൽ. മുഫ്രദല്ലാത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ തസ്നിയ അല്ലെങ്കിൽ ജംഅ്. ഇപ്പോൾ രണ്ട് കലിമത്തുകളും ഒന്നാമത്തതും രണ്ടാമത്തതും തസ്നിയോ ജമ്മോ ആയിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയേണ്ടത് ഏത് കോലത്തിലാണ്? ഫായിലുൻ സദ്ദ മസ്ദുൽ ഖബർ എന്ന് പറയാൻ പറ്റൂല. അവിടെ ഒന്നാമത്തത് മുഖദ്ദമായ ഖബറും രണ്ടാമത്തത് മുതഅഖറായ മുബത്തദവും എന്ന് തന്നെ വെക്കണം. ഓക്കെ. അൽ വസ്ഫ് മഅൽ ഫായിലിൻ്റെ കൂടെ ഇമ്മാ യതതാബക ഇഫ്രാദൻ ഔ തസ്നിയതൻ ഔ ജംഅൻ, ഒന്നെങ്കിൽ രണ്ടും യോജിക്കും, രണ്ടും മുഫ്രദാവും രണ്ടും തസ്നിയാവും രണ്ടും ജമ്മാവും. ഔ ലാ യതതാബക, അല്ലെങ്കിൽ എന്താവില്ല? ആ രണ്ടും യോജിക്കൂല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒന്ന് ഇഫ്രാദ് മറ്റേ തസ്നിയ ജമ്മ്, അങ്ങനെ പരസ്പരം വൈരുദ്ധ്യമായിരിക്കും. വഹുവ കിസ്മാനി, ആ യോജിക്കാതെ വരുന്നത് രണ്ട് കിസ്മാണ്. ഒന്ന് മംനൂഉൻ വ ജായിസുൻ, ഒന്ന് അങ്ങനെ വരാൻ തന്നെ പാടില്ലാത്തത്, മറ്റൊന്ന് ജായിസുൻ, അങ്ങനെ വരാനൊക്കെ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന് രണ്ടും യോജിക്കുന്നത്, അത് രണ്ടും യോജിക്കാത്തത് അല്ലേ? ഇനി വൈൻ തതാബക ഇഫ്രാദൻ, മുഫ്രദിൻ്റെ വിഷയത്തിൽ രണ്ട് യോജിച്ചാൽ, നെഹ്വു, അതായത് ആ കായിമുൻ സൈദുൻ എന്ന് വന്നാൽ, രണ്ട് യോജിച്ചല്ലോ, കായിം എന്നുള്ളത് മുഫ്രദാണ്, സയ്യിദ് എന്നുള്ളത് മുഫ്രദാണ്. അങ്ങനെ യോജിച്ചാൽ ജാസ ഫീഹി, അതിൽ ജായിസാണ് എന്ത്? വജ്ഹാൻ, രണ്ട് വജ്ഹ് ജായിസാണ്. ഏതൊക്കെയാണ് രണ്ട് വജ്ഹ്?
കാണുന്നില്ല അല്ലേ. വൻ തതാബക്ക ഇഫ്രാദൻ, ഇഫ്രാദ് നിലക്ക് യോജിച്ചാൽ ജാദഫി രണ്ട് വജ്ഹ് ജായിസാണ്. അഹദുഹുമ ഒന്നാമത്തെ വജ്ഹ് അയ്യക്കൂനൽ വസ്ഫു മുബ്തദഅൻ, ഒന്നാമത് ഫസ്റ്റ് പറഞ്ഞ ആ വസ്ഫ് എന്താവുക മുബ്തദാവുക, വമാ ബഅദഹു ഫായിലുൻ സദ്ദ മസ്ദിൽ ഖബർ, രണ്ടാമത്തത് ഫായിലും സദ്ദ മസ്ദിൽ ഖബറായിട്ട് തന്നെ വരിക. ആ ഒരു രീതി പറ്റും. വസ്സാനി രണ്ടാമത്തെ കോലം, രണ്ടാമത്തെ വജ്ഹ് എന്താണ് അയ്യക്കൂന മാ ബഅദഹു മുബ്തദഅൻ മുഅഖറൻ, രണ്ടാമത് പറഞ്ഞത് മുഅഖറായ മുബ്തദാവുക, വയക്കൂനൽ വസ്ഫു ഖബറൻ മുഖദ്ദമൻ, ആദ്യം പറയപ്പെടുന്ന വസ്ഫ് മുഖദ്ദമായ ഖബറുമാവുക. വമിനുഹു ഖൗലുഹു തആല, അതിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ കോല് അറാഗിബുൻ അൻത അൻ ആലിഹത്തി യാ ഇബ്രാഹിം എന്നുള്ള വാക്ക്. ഈ ആയത്തിൽ നോക്കുക, ഫയജൂസു, ഈ ആയത്തിൽ ജായിസാണ് യക്കൂന അറാഗിബ്. അറാഗിബ് ഇവിടെ എന്താണ്, അറാഗിബ് എന്നുള്ളതും അൻത എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അറാഗിബുൻ അൻത, റാഗിബ് എന്നുള്ളത് മുബത്തദാകാം, അൻത എന്നുള്ളത് ഫായിലും സദ്ദ മസ്ദിൽ ഖബറും ആവാം. അതേപോലെ എന്തും പറ്റും. വയഹ്തമിൽ അയ്യക്കൂന അൻത, അൻത എന്നത് മുബത്തദ് മുഅഖർ ആവാനും പറ്റും, വ അറാഗിബ് എന്നുള്ള ഖബർ മുഖദ്ദം ആവാനും പറ്റും. ഓക്കെ, ഇനി ഇതിൽ ഏതാണ് നല്ലത്? വൽ അവ്വലു ഫി ഹാദിഹിൽ ആയത്തി, ഒന്നാമത്തെ വജ്ഹാണ് ഈ ആയത്തിൽ ഔല, ഏറ്റവും നല്ലത്. എന്താ കാരണം? ലിഅന്ന ഖൗലുഹു അൻ ആലിഹത്തി, ആയത്തിന് ശേഷം പറഞ്ഞ അൻ ആലിഹത്തി എന്നുള്ളത് മാമൂലുൻ ലി റാഗിബ്, റാഗിബ് എന്നതിൻ്റെ മാമൂലാണ്. ഫലാ യൽസമു ഫിൽ വജ്ഹിൽ അവ്വലി, ഇപ്പോൾ ഒന്നാമത്തെ കോലമാണ് ഇവിടെ നല്ലത്. ഒന്നാമത്തെ കോലത്തിൽ എന്തുണ്ടാവില്ല? അൽ ഫസ്ലു ബൈനൽ ആമിലി വൽ മാമൂലി ബി അജ്നബിയിൻ, ആമിലായ റാഗിബിൻ്റെയും മാമൂലായ അൻ ആലിഹത്തി എന്നതിൻ്റെ ഇടയിൽ ഒരു അജ്നബി കൊണ്ട് ഫസ്ൽ വന്നു എന്നത് വരൂല. എന്താ കാരണം? ലിഅന്ന അൻത, ഇതിൽ നമ്മൾ ഫായിലുൻ സദ്ദ മസ്ദിൽ ഖബർ എന്ന നിലക്ക് വന്ന അൻത എന്നുള്ളത് അല ഹാദ തഖ്ദീരി, ഈ ഒന്നാം വജ്ഹിൻ്റെ തഖ്ദീർ പ്രകാരം ഫായിലുൽ റാഗിബ്, റാഗിബിൻ്റെ ഫായിലാണ്. ഇപ്പോൾ ഫായിലാവ എന്നുള്ളത് വലൈസ ബി അജ്നബി മിൻഹു, എന്തല്ല അജ്നബി അല്ല. അതുകൊണ്ട് തന്നെ ഒന്നാം വജ്ഹ് എന്ന് പറയുമ്പോൾ ആ റാഗിബ് എന്നത് മുബത്തദാവുകയും അൻത എന്നുള്ളത് ഫായിലുൻ സദ്ദ മസ്ദിൽ ഖബർ ആവുകയും ചെയ്യുക എന്നതാണ് ഈ ആയത്തിലെ ഏറ്റവും നല്ല കാര്യം. വമ്മാല വജ്ഹി സാനി, രണ്ടാമത്തെ വജ്ഹ് അനുസരിച്ച് വെക്കുമ്പോൾ, രണ്ടാമത്തെ വജ്ഹ് എന്ന് പറഞ്ഞാൽ ആ റാഗിബ് എന്നുള്ളത് എന്താവുക ഖബർ മുഖദ്ദമ്, അൻത എന്നുള്ളത് മുബത്തദവും മുഅഖർ. അങ്ങനെ വന്നാൽ അതിലെന്ത് ലാസിമായി വരുന്നുണ്ട്? അൽ ഫസ്ലു ബൈനൽ ആമിലി വൽ മാമൂലി ബി അജ്നബീൻ, ആമിലായ റാഗിബിൻ്റെയും മാമൂലായ അൻ ആലിഹത്ത് എന്നതിനിടയിൽ ബി അജ്നബി, ഒരു അജ്നബി എന്ത് വരുന്നുണ്ട്? ഫസ്ൽ വരുന്നുണ്ട്. കാരണം ലി അന്ന അൻത എന്നത് അജ്നബിയും മിൻ റാഗിബിൻ, റാഗിബിൽ നിന്ന് അജ്നബിയാണ് അല ഹാദ തഖ്ദീരി, രണ്ടാമത്തെ വജ്ഹ് പ്രകാരമുള്ള തഖ്ദീർ അനുസരിച്ച്. കാരണം ലി അന്നഹു മുബത്തദഉൻ, കാരണം എന്താണ് അജ്നബി എന്ന് പറയാൻ കാരണം? അൻത എന്നുള്ളത് ഇവിടെ മുബത്തദവും മുഅഖറാണ്. വലൈസ ലി റാഗിബിൻ, റാഗിബ് എന്ന ഖബർ മുഖദ്ദമിനില്ല അമലും ഫീഹി, ആ മുബത്തദയിൽ ഒരു അമലും ഇല്ല. കാരണം ലി അന്നഹു ഖബറുൻ, അത് ഖബറായതുകൊണ്ടാണ്. വൽ ഖബറു, യഥാർത്ഥത്തിൽ ഖബർ എന്നുള്ളത് ലാ യഅമലു ഫിൽ മുബത്തദി അല സഹീഹി, ഖബറിനിക്ക് മുബത്തദിൽ ഒരു അമലും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് വജ്ഹും പറ്റുമെങ്കിലും മുബത്തദ മുഅഖർ ഖബർ മുഖദ്ദമ എന്നതും മുബത്തദഉൻ വ ഫായിലുൻ സദ്ദ മസ്ദിൽ ഖബർ എന്ന രണ്ട് കോലം പറ്റുമെങ്കിലും മുബത്തദവും ഫായിലുമാകലാണ് നല്ലത്. കാരണം ഇവിടെ ഈ ആയത്തിൽ ആമിലിൻ്റെയും മാമൂലിനിടയിൽ അജ്നബിയായ ഒരു ഫസ്ൽ വന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഒന്നാം വജ്ഹാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്, രണ്ടും തതാബുക്കാവുമ്പോൾ, ഇഫ്രാദിൻ്റെ വിഷയത്തിൽ രണ്ടും തതാബുക്കാവുമ്പോൾ അവിടെ ഏതൊക്കെ കോലങ്ങളാണ് പറ്റുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി തസ്നിയാകുമ്പോൾ എന്താ പറ്റുക, ജമ്മാവുമ്പോൾ എന്താ പറ്റുക, രണ്ട് മുതാബക്കത്തായിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം, എന്താ ചെയ്യേണ്ടതെന്നാണ് ഇനി പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.